ഇദ്ദേഹം എൻ്റെ ഭർത്താവാണ്, ദൈവം ഞങ്ങളുടെ ബന്ധത്തിൽ ഈ മനുഷ്യനെ എൻ്റെ ശിരസ്സായിട്ട് വെച്ചിരിക്കുന്നു, അതുകൊണ്ട് അദ്ദേഹത്തെ ബഹുമാനിക്കുകയും അദ്ദേഹത്തിന് വിധേയപ്പെടുകയും ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ പ്രാഥമിക ദൗത്യം എന്ന കാര്യം ഏതൊരു സ്ത്രീയും മനസ്സിലാക്കി അതനുസരിച്ച് പ്രവർത്തിക്കേണ്ടതാണ്. So sisters, wives should understand this principle that however strong she is, she should understand that God has given him as my husband and he is the head of the family and my responsibility to submit to my husband. വാസ്തവത്തിൽ പുരുഷന്മാർ തീരുമാനമെടുക്കുന്ന സമയത്ത് ഞാൻ തീരുമാനമെടുത്തു നീ അനുസരിച്ചാൽ മതി എന്ന ഒരു മനോഭാവം ഒരു വചനാനുസൃതമായ രീതിയാണ് എന്ന് പറയാനായിട്ട് നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. It may not be very appropriate to have this style of saying that I have taken the decision, you just obey. That may not be the right way to handle it. വാസ്തവത്തിൽ തീരുമാനങ്ങൾ എടുക്കുന്ന സമയത്ത് പുരുഷനും സ്ത്രീയും കൂടെ ദൈവസന്നിധിയിൽ കൂടിയാലോചിച്ച് പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിൽ ആ തീരുമാനങ്ങൾ എടുക്കണം. ഫൈനൽ ഡിസിഷൻ എന്ന് പറയുന്നത് പുരുഷന്മാരാണ് എടുക്കേണ്ടത്. പക്ഷേ ആ പ്രോസസ്സിൽ ഭാര്യയുണ്ട്, കുഞ്ഞുങ്ങൾ മുതിർന്നവരാണെങ്കിൽ അവരുണ്ട്. അങ്ങനെ കളക്റ്റീവായിട്ട് തീരുമാനത്തിലേക്ക് കുടുംബത്തെ നയിക്കുക എന്ന ഉത്തരവാദിത്വമാണ് പുരുഷന്മാരിൽ നിക്ഷിപ്തമായിരിക്കുന്നത്. Instead of taking a unilateral decisions and informing wife, they should sit together, they should discuss about it, they should think together and pray about it and come to a conclusion, involve children if they are grown up, and then the final responsibility of the decision goes to the husband, but it's a collective decision and then to go ahead with the implementation. ഞാൻ ഒരു ഉദാഹരണം മനസ്സിലാക്കാൻ വേണ്ടി പറയാമെന്ന് വിചാരിക്കുന്നു. Let me share with you an examples for your better understanding. നമുക്ക് ഒരു സ്വന്തമായിട്ടൊരു ബൈക്കുണ്ട്, അത് മാറി ഒരു ചെറിയ കാർ എടുക്കുന്നതിനെ കുറിച്ചുള്ള താല്പര്യം ഹസ്ബൻഡിന്റെ മനസ്സിലുണ്ട്. So husband is thinking about buying a small car. He has already a two-wheeler but thinking about buying a new car. അപ്പോൾ തന്റെ ആഗ്രഹം തന്റെ ഹൃദയത്തിൽ വന്നിട്ട് ചില നാളുകളായി. ഒരു ദിവസം താനത് ഭാര്യയുമായിട്ട് പങ്കുവെക്കാനിടയായി. So he had this thought in his mind and one fine day he thought he just shared it with his wife. അപ്പം വൈഫ് പറഞ്ഞു അതിന്റെ EMI ഒക്കെ അടയ്ക്കാൻ നമുക്ക് സാധിക്കുമോ? So the wife's question, can we pay all this EMI? Do we have that financial status? അപ്പം അദ്ദേഹം കുടുംബത്തിന്റെ വരുമാനത്തെക്കുറിച്ച് മറ്റു കാര്യങ്ങളെക്കുറിച്ച് ഒരു ഹോംവർക്കൊക്കെ ചെയ്തു, ഭാര്യയുമായിട്ടൊക്കെ സംസാരിച്ചു, പ്രാർത്ഥിച്ചു. അവരിങ്ങനെ കുറച്ച് നാൾ വെയിറ്റ് ചെയ്തു. So then what he did is he just made some calculations and all and discussed his wife and then took some time to think of. അപ്പോൾ ഹസ്ബൻഡും വൈഫും അവരെ ആ തീരുമാനത്തിൽ ദൈവം മുന്നോട്ട് പോകാൻ എൻകറേജ് ചെയ്യുന്നതായിട്ട് അവർക്ക് അനുഭവപ്പെട്ടു. So as they were waiting upon the Lord and thinking about this, they got the feeling that maybe it's good to go ahead. അതിന്റെ ഒടുവിൽ അവർ ആ വാഹനം മേടിക്കാമെന്നുള്ള ഒരു ചിന്തയിലേക്ക് എത്തി. ഹസ്ബൻഡ് ആ ഡിസിഷൻ എടുത്തു. Finally they concluded that it is we'll go ahead and buy. The final decision to buy is taken by the husband. ആ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അത് ഹസ്ബൻഡിന്റെ മാത്രം തീരുമാനമല്ല, അത് കുടുംബത്തിന്റെ തീരുമാനമായിട്ട് പിന്നീട് മാറി. And that decision is not only a decision of the husband, it is a decision of the family. അത് അങ്ങനെ ഇരിക്കെ വാഹനമൊക്കെ മേടിച്ച് അതിൻ്റെ സന്തോഷത്തിലിരിക്കുന്ന സമയത്താണ് ഈ ഹസ്ബൻഡിൻ്റെ അമ്മായിയപ്പൻ ഒരു ദിവസം വീട്ടിൽ വന്നു. So when they bought this car and they were very happy, they are using it, and one day his father-in-law came to his house. അപ്പോൾ ഈ പുതിയ കാർ കണ്ടപ്പോൾ അദ്ദേഹം ചോദിച്ചു ഇത് ഏത് വണ്ടിയാണ്? He saw this new car and which is this car? അപ്പോൾ അത് ഞങ്ങൾ ഈയിടെ വാങ്ങിയ കാറാണ് എന്ന് ഭാര്യ പറഞ്ഞു. So wife just said, this is the one which we bought very recently. അപ്പോൾ അതിനെക്കുറിച്ച് അദ്ദേഹം കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്തിനാ ഈ വണ്ടി മേടിച്ച്, അല്ലെങ്കിൽ ഈ വണ്ടി കൊള്ളാവോ, ഇങ്ങനെ ആരാ പറഞ്ഞു തന്നത് എന്നൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങൾ പറഞ്ഞു. So the father-in-law started giving some lectures saying that this is not so nice, who has advised you to buy this car, so on and on. ഈ ക്രമീകരണത്തെ അംഗീകരിക്കുന്ന ഭാര്യയാണെങ്കിൽ പറയും അത് ഞങ്ങൾ പ്രാർത്ഥിച്ച് എടുത്ത ഒരു തീരുമാനമാണ് പപ്പേ, അച്ചായ മാത്രമല്ല അതിനകത്ത് റെസ്പോൺസിബിലിറ്റി, ഞാനും കൂടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചെടുത്തതാണ് എന്ന് പറഞ്ഞാൽ ആ സംസാരം അവിടെ തീർന്നു. പിന്നീട് അവരുടെ ആ യൂണിറ്റിയെ തകർക്കാൻ വേറെ ആർക്കും സാധിക്കുകയില്ല. So in a right way, if wife gives an answer, Papa, we were just discussing, thinking, praying about this, finally we decided to buy this. It is not a decision by Achai alone has taken. We were discussing and we have taken this decision together. എന്നാൽ ഇവള് പറയാണ് അത് ഞാൻ അപ്പോഴേ അച്ചായനോട് പറഞ്ഞാണ്, പക്ഷെ ഞാൻ പറഞ്ഞ വല്ല വില കുടുംബത്തിലുണ്ടോ എന്ന് പറഞ്ഞാൽ തീർന്നു. അതോടുകൂടെ അവിടുത്തെ ഭിന്നതകൾ ആരംഭിക്കും.
So alternatively, she can give another answer. Probably, even I was telling that don't buy this car, but he has gone ahead and bought this, what to do? And that affects the unity of the family. അങ്ങനെയാണ് കുടുംബത്തിന്റെ ഐക്യവും കുടുംബത്തിന്റെ തീരുമാനങ്ങളും ഒക്കെ നമ്മൾ എടുത്ത് അതിനെ ഇംപ്ലിമെന്റ് ചെയ്യേണ്ടുന്ന വിധം എന്ന് പറയുന്നത്. And this is the manner in which we have to take the decisions and implement the decisions. അല്ലാതെ നമ്മൾ ഒരു ദിവസം ഞാനൊരു തീരുമാനം എടുത്തു, മേടിക്കാൻ തീരുമാനിച്ചു, ഭാര്യ വൈകുന്നേരം വീട്ടിൽ വന്നപ്പോഴാണ് കണ്ട് പുതിയ കാർ, ഇത് ഏത് കാറാണ്, ഇത് നമ്മൾ മേടിച്ച കാറാണ്, അത് ശരി ഭയങ്കരമായി പോയല്ലോ. അങ്ങനെയുള്ള തീരുമാനങ്ങൾ, രീതികൾ ഒരിക്കലും ഒരു ദൈവവചന പ്രകാരമുള്ള കുടുംബത്തിന് ഗുണം ചെയ്യുന്ന തീരുമാനങ്ങൾ അല്ല. And we should not have this practice of, one day when wife was coming back home, she saw a car in this in front of the house and asking husband, what is this? And he said, no, I just bought one. That's not a good way of managing family or taking decisions. എന്നാൽ ഈ കൂടിയാലോചനകൾ ചില സമയത്ത് പരിജ്ഞാനം കുറഞ്ഞ സ്ത്രീകളുമായിട്ടാണെങ്കിൽ അത്രയും എളുപ്പമാകണം എന്ന് നിർബന്ധമില്ല. And while we are discussing, assuming a scenario where wife is not that competent to have this type with this understanding, the decision making may not be enough. ഇമ്പൾസീവ് ആയിരിക്കുന്ന ഹസ്ബൻഡ്സ് ഉണ്ട്. അവരെ സംബന്ധിച്ച് തീരുമാനങ്ങൾ എടുക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമായിരിക്കില്ല. അവർ സ്ത്രീകൾ ഒത്തിരി പ്രാർത്ഥിക്കുകയും ഒത്തിരി അഡ്ജസ്റ്റ് ചെയ്യുകയും ഒത്തിരി അവരോട് ചേർന്ന് നിൽക്കുകയൊക്കെ ചെയ്താലാണ് പലപ്പോഴും ശരിയായിരിക്കുന്ന ഒരു തീരുമാനത്തിലേക്ക് കുടുംബത്തെ എത്തിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. And similarly, there are some husbands, they take decisions just like that. And their wife should play a good role, working with him to take the right decision. ഇതിനെക്കുറിച്ച് നമുക്ക് ഇനിയും വളരെ പറയാനുണ്ട്, പക്ഷേ നമുക്ക് സമയം അത്രയും ലഭ്യമല്ലാത്തതുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. പുരുഷന്മാരെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന കാര്യം കുടുംബത്തിന്റെ മുൻപിൽ നിന്ന് തീരുമാനങ്ങളെടുത്ത് ആ കുടുംബത്തെ മുന്നോട്ട് നയിക്കുക എന്നുള്ളതാണ്. We can talk a lot about these subjects, but we don't have time. But finally, the summary is that the responsibility of the leadership responsibility is with husbands. They have to take decisions and take the family forward. ഇതിന്റെ ഒരു നന്മ എന്താണെന്ന് ചോദിച്ചാൽ, കുഞ്ഞുനാൾ തൊട്ട് എൻ്റെ കുഞ്ഞുങ്ങൾ ഇത് കണ്ടാണ് വളരുന്നത്. ആൺപിള്ളേർ കാണുന്നു, പെൺപിള്ളേർ കാണുന്നു. അവർ കണ്ടു വളരുന്ന സമയത്ത് തീരുമാനങ്ങൾ എടുക്കേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ പപ്പ കാണിച്ചു തന്നിട്ടുണ്ട് തീരുമാനം എടുക്കുന്നത്. അദ്ദേഹത്തെ സംബന്ധിച്ച് പിന്നെ അതിനൊരു സ്പെഷ്യൽ കോഴ്സിന് പോകേണ്ട ആവശ്യമില്ല. അദ്ദേഹം അത് കണ്ട് പഠിച്ച് പരിശീലനം പ്രാപിച്ച ഒരു കുഞ്ഞാണ്. അവൻ എളുപ്പത്തിൽ തീരുമാനങ്ങൾ എടുത്ത് കുടുംബത്തെ മുന്നോട്ട് നയിക്കാനായിട്ട് സാധിക്കും. എന്നാൽ ഈ വധു വരുന്നത് ഇങ്ങനെയൊന്നുമുള്ള ഒരു കുടുംബത്തിൽ നിന്നല്ലെങ്കിൽ കുഴപ്പങ്ങൾ ആരംഭിക്കും. അവിടെ വളരെ ഫ്രിക്ഷൻസും പ്രശ്നങ്ങളും ഒക്കെ ആരംഭിക്കും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഫാമിലിയിൽ നാം നല്ല മാതൃകകൾ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്. So another advantage is that if we have such a practices at home, then our children will automatically learn that. And we need not give a special coaching, special training in this area. They will learn. They would have seen from father and mother how they are doing, they are conducting, they are taking decisions, and that's good enough to take it forward. ഇങ്ങനെയുള്ള തീരുമാനങ്ങളിൽ, ഇങ്ങനെ കുടുംബത്തെ മുന്നോട്ട് നയിക്കുന്നതിൽ, കുഞ്ഞുങ്ങളെ പരിശീലിപ്പിച്ചെടുക്കുന്നതിൽ ഒരു ഭാര്യയുടെ ഉത്തരവാദിത്വത്തെ കുറിച്ചാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. അവളുടെ ഉത്തരവാദിത്വം ഒരു തക്ക തുണയായിട്ട് തൻ്റെ ഭർത്താവിനോട് ചേർന്ന് നിൽക്കുക എന്നുള്ളതാണ്. And the responsibility of the wife is to be a good companion to her husband, and their responsibility, wife's responsibility, to teach the children, right? Children, how to conduct it. ഈ തുണയായി നിൽക്കുക, സഹായമായി നിൽക്കുക എന്ന് പറയുന്നത് സ്ത്രീകൾ അതിനെക്കുറിച്ച് പൊതുവിൽ ഇത് ഞങ്ങളുടെ സ്റ്റാൻഡേർഡ് ഇച്ചിരി താത്തിക്കളഞ്ഞല്ലോ എന്നൊരു ചിന്തയിലാണ് പലരും, എല്ലാവരും അല്ല, പല ആളുകളും അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്. Many sisters think that the functioning as a companion is not so great because we are treated at second level. സ്യൂട്ടബിൾ ഹെൽപ്പർ എന്ന് പറയുമ്പം എന്നെ ഒരു സഹായിയുടെ സ്ഥാനത്ത്, ഒരു പ്യൂണിന്റെ സ്ഥാനത്താണ് നിർത്തിയിരിക്കുന്നത്. അയ്യോ, അത് മോശമായി പോയി എന്നാണ് അവർ പറയുന്നത്. They think that the word suitable helper means it is substandard, a helper responsibility. That is not very interesting. ഈ പ്യൂണിന്റെ സ്ഥാനത്താണ് നിർത്തിയിരിക്കുന്നത് ആരാ പറഞ്ഞത്? But the understanding is wrong. They are not in the position of a helper or a peon. അത് നമ്മൾ സ്വന്തം ചിന്തിച്ചെടുത്ത ഒരു ആശയമാണ്, അല്ലാതെ വേദപുസ്തകത്തിൽ അങ്ങനെ പറയുന്നില്ല. Bible doesn't teach about such things, and it is our own imagination. ഈ സഹായം എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല, വലിയ കാര്യമാണ്. അതിന്റെ കാരണം ഞാൻ പറയാം. അതായത് ദൈവത്തെ നമ്മുടെ സഹായി എന്ന് വിളിച്ചിട്ടുണ്ട്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ വിശ്വാസികളുടെ സഹായി എന്ന് വിളിച്ചിട്ടുണ്ട്. അപ്പൊ സഹായി എന്നുള്ള പേര് പറഞ്ഞതുകൊണ്ട് ആള് മോശമായി എന്നല്ല അതിന്റെ അർത്ഥം. Being a help or a helper is not something wrong or something low, because we know that in the Bible God himself is stated as a helper. Holy Spirit is stated as a helper. If it is something wrong, then why we are using that statement, that word to God? ഈ പ്രീമാരിറ്റൽ കൗൺസിലിങ്ങിലൊക്കെ ഞാൻ സാധാരണ ചോദിക്കാറുണ്ട്, ഈ സഹായം ശരിക്കും ആർക്ക് ആവശ്യമാണുള്ളത്?
In the premarital counseling, they used to ask this question: who needs help? ആർക്കാ സഹായം ആവശ്യമുള്ളത്? Who needs? ആർക്കാ ആവശ്യമുള്ളത്? അത് തനിയെ നിൽക്കാൻ സാധിക്കാത്തവർക്കാണ് സഹായം വേണ്ടത്. A person who can't do things alone needs help. അപ്പോൾ ഒരു പുരുഷനെ സംബന്ധിച്ച് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഒറ്റയ്ക്ക് നിൽക്കാൻ സാധിക്കില്ലെന്നേ, അദ്ദേഹത്തിന് സഹായം ആവശ്യമാണ്. For a husband, he can't be alone, he needs a help. ഈ പുരുഷന്മാരെ ഒറ്റയ്ക്ക് നിർത്തി ഒത്തിരി ഉത്തരവാദിത്തങ്ങളിലേക്ക് വിട്ടു കഴിഞ്ഞാൽ ഒരു 40-45 വയസ്സാകുമ്പോൾ മിക്കവാറും വല്ല സ്ട്രോക്ക് വന്നോ അറ്റാക്ക് വന്നോ ചത്തുപോകുള്ളൂ. If you put your husband into all these complexities and difficult decisions, by 40-50, he would have some stroke and die. ഒത്തിരി മാനേജർമാർ കുഴഞ്ഞു വീണ് മരിച്ചു എന്നൊക്കെ പറയാറില്ല, സപ്പോർട്ട് ഇല്ലാത്തതുകൊണ്ട് സംഭവിക്കുന്നതാണ്. All these type of problems and issues, health issues, because of the stress they are taking, and they don't have adequate support. മലയാളത്തിലെ പ്രസിദ്ധനായ ഒരു എഴുത്തുകാരനായിരുന്നു സുകുമാർ അഴീക്കോട്. അപ്പം അദ്ദേഹം ഭാര്യയില്ലാതെ ഒറ്റയ്ക്ക് ജീവിച്ച ബാച്ചിലറായിട്ട് ജീവിച്ച ആളാണ്. അപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു, ഇതാണോ നല്ല ഒരു ജീവിതം എന്ന് പ്രായമായ കാലത്ത് ചോദിച്ചു. There was a very famous writer in Malayalam, Sukumar Azhikode. He was a bachelor. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഒരു വിവാഹം ചെയ്തിരുന്നെങ്കിൽ ഞാൻ ഇതുപോലെ കഷ്ടപ്പെട്ടു പോകാൻ ഇടയാകില്ലായിരുന്നു എന്ന് പറഞ്ഞു. So when the person asked, what is good, being a bachelor or a family man, which is good, then he said, had I been married, I would not have struggled so much. അപ്പം അതുകൊണ്ട് ഒരു പുരുഷനെ പുരുഷനായിട്ട് നിർത്തുന്നതിലും തനിക്ക് ദൈവം കൊടുത്ത ഉത്തരവാദിത്തങ്ങളെ വിജയകരമായി പൂർത്തിയാക്കുന്നതിലും ഒരു ഭാര്യയുടെ നിർലോഭമായിരിക്കുന്ന സഹായവും പ്രാർത്ഥനയും കൂടാതെ അത് അസാധ്യമായിരിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് സ്ത്രീകളുടെ സ്ഥാനം ചെറുതല്ല, വലിയ ഒരു പദവിയാണ് ദൈവം അവർക്ക് കൊടുത്തിരിക്കുന്നത്. So for the successful husband, the role of a wife is extremely important. They have to extend the head so that the husbands can fulfill the God-given responsibilities. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് പുരുഷന്മാർക്ക് അവരുടെ വൈകാരികമായിരിക്കുന്ന സ്ഥിതികൾ നല്ല നിലയിൽ സൂക്ഷിക്കുവാനും അവർക്ക് ഉത്സാഹത്തോടെ ഉണർവോടെ ചൈതന്യത്തോടെ ദൈവമേൽപ്പിച്ച ശുശ്രൂഷകളെ പൂർത്തിയാക്കാനും വാസ്തവത്തിൽ കഴിയുള്ളൂ. And with this help of wife, husbands, definitely they will be able to meet the emotional needs, and in effect they will be able to complete their responsibilities. എന്നാൽ ഇന്ന് സംഭവിക്കുന്നത് എന്താണ്? സമൂഹത്തിലെ സ്ത്രീ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും പുരുഷനെക്കുറിച്ചും കുടുംബത്തെക്കുറിച്ചൊക്കെ ഒത്തിരി ഫിലോസഫികൾ ആളുകൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഫിലോസഫികളൊക്കെ നമ്മൾ പഠിച്ച് നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിച്ചിട്ട് ബൈബിൾ നമ്മൾ വായിക്കൂ എന്നുള്ളതേ ഉള്ളൂ. ബൈബിൾ വായിക്കുന്നത് ഈ ഫിലോസഫികളുടെ വെളിച്ചത്തിലാണ്. പ്രിയമുള്ളവരെ, ക്രിസ്തീയ കുടുംബം പരാജയപ്പെട്ടു. എന്നാൽ ലോകത്തിലുള്ള എല്ലാ ഇസങ്ങളെയും നമ്മൾ വിലയിരുത്തേണ്ടത് എന്തിൻ്റെ വെളിച്ചത്തിലാണ്? ഈ പുസ്തകത്തിൻ്റെ വെളിച്ചത്തിലാണ്. അപ്പോൾ മാത്രമാണ് ഒരു ബിബ്ലിക്കൽ ഫാമിലിയെ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. In the current days, there are a lot of discussions and teachings about empowering women, and we hear a lot about that, and it influences us. We are reading Bible, but actually we are not reading and seeing what is there in the Bible. We are reading everything and doing according to what is there outside. Actually, whatever the philosophies we have outside, we should be examining that in the light of the Word of God and then accept it. ഈ റോൾ പ്ലേയിൽ വാസ്തവത്തിൽ സ്ത്രീകൾ പുരുഷന്മാരെ ബഹുമാനിക്കേണ്ടത് വളരെ ആവശ്യമാണ്. ഒരു സ്ത്രീയെ തൻ്റെ ഭർത്താവിനെ ബഹുമാനിക്കുന്നതാണ് അദ്ദേഹത്തിന് കൊടുക്കാൻ സാധിക്കുന്ന ഏറ്റവും വലിയ അംഗീകാരം എന്ന് പറയുന്നത്. And the role, when we see the Bible, wives, their responsibility is to respect her husband. It is very important, and that is a great thing that wives can do for him. ചില സ്ത്രീകൾ ഭർത്താക്കന്മാരെ നന്നാക്കി എടുക്കാനായിട്ട് കണ്ടെത്തിയിട്ടുള്ള ഒരു വഴി എന്ന് പറയുന്നത് കുറ്റങ്ങൾ ചൂണ്ടിക്കാണിച്ചു കൊടുത്ത് നന്നാക്കിയിടും. നല്ല മനസ്സാണ്, നല്ല ലക്ഷ്യമാണ്. അപ്പോൾ എൻ്റെ അച്ചായന് കുറേ കുഴപ്പങ്ങളൊക്കെ ഉണ്ട്, അത് ഞാനായിട്ട് ശരിയാക്കി കൊടുത്തില്ലെങ്കിൽ കുടുംബവും പിള്ളേരും തകർന്നു പോകും. ആ പ്രവർത്തനത്തിൽ വാസ്തവത്തിൽ ഈ സ്ത്രീ ആ പുരുഷനെ തകർത്തിരിക്കും. Some sisters, some ladies, they try to improve her husbands, and what they do is that she tries to point out, this is a fault of my husband, that is my fault of my husband, all that. And by saying and pointing all this, at the end what happens is that she will literally destroy this personality. ഇങ്ങനെ പുറകെ നടന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ സ്വന്തം വീട്ടിലേക്ക് പപ്പേനെ മമ്മീനെ വിളിച്ച് അച്ചായൻ ഇങ്ങനെയാണ് അങ്ങനെയാണ്, പിന്നെ ഭർത്താവിൻ്റെ സുഹൃത്തുക്കളോട് പറയുക, അങ്ങനെ അവിടെ ഇവിടെയൊക്കെ പറയുക. വാസ്തവത്തിൽ വലിയൊരു ഡാമേജാണ് വരുത്താനായിട്ട് പോകുന്നത്. അങ്ങനെ ഉള്ള പരിശ്രമങ്ങളിലൂടെ ഭർത്താക്കന്മാർക്ക്
പ്രോത്സാഹനം കൊടുക്കാനായിട്ട് പറ്റുകയില്ല. This type of attitude and works may not help to improve the husband. Actually, that will be so damaging in the family. Husband will have severe impact by telling this to fathers and mothers and friends and believers, pointing out all these negatives. ഏത് സ്ത്രീയും തന്റെ ഭർത്താവിനെ ബഹുമാനിക്കാനായിട്ട് ശീലിക്കേണ്ടത് വളരെ ആവശ്യമാണ്. Every wife should learn to respect her husband. ആ ബഹുമാനം കൊടുക്കുമ്പോഴാണ് ഇദ്ദേഹത്തിന്റെ പ്രവർത്തനോന്മുഖത കൂടുതൽ ബലപ്പെടുന്നത്. And as she gives this respect, he will be more equipped to work out his responsibilities more effectively. പുരുഷന്മാരെ ബഹുമാനിക്കാത്ത സ്ത്രീകളെ ഭർത്താക്കന്മാർ വെറുക്കും. And not only that, if wives are not respecting husband, there is a tendency for husband to hate wife. അവരെ എന്തൊക്കെ ചെയ്തു കൊടുത്തെന്ന് പറഞ്ഞാലും പുരുഷന്മാർ ഉള്ളില് അങ്ങനെയുള്ള സ്ത്രീകളെ അംഗീകരിക്കുകയില്ല. Whatever she does for her husband doesn't matter. If she is not respecting, that can result in hatredness to wife. അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ സ്ത്രീകളുടെ ഈഗോ പുരുഷന്മാർക്ക് വിധേയപ്പെടേണ്ടത് വളരെ ആവശ്യമാണ്. In such situations, the ego of wife should come under the husband. പ്രിയമുള്ളവർ, അങ്ങനെ ചെയ്യാതിരുന്നാൽ കുടുംബത്തെ തകർക്കുന്ന ഒരു പരിപാടിയാണ്. മാത്രമല്ല തലമുറകളുടെ മുൻപിൽ മോശമായിരിക്കുന്ന ഒരു മാതൃകയാണ് സൃഷ്ടിച്ചു കൊടുക്കുന്നത്. And if we are not doing, wives are not doing, giving due respect to husband, that will destroy the family. Not only destroying the family, but it will seriously impact the next generation. എഫേസ്യർ 5-ാം അധ്യായത്തിന്റെ 33-ാമത്തെ വാക്യത്തിൽ പറയുന്നത് ഭാര്യയോ ഭർത്താവിനെ ഭയപ്പെടേണ്ടതാകുന്നു. And verse 33 of Ephesians chapter 5, we read like this: Nevertheless, let each one of you in particular, where is it? And let the wife see that she respects her husband. അങ്ങനെ ബഹുമാനിക്കുന്നതിന്റെ ഭാഗമായിട്ട് വാസ്തവത്തിൽ സ്ത്രീകൾ പുരുഷന്മാരെ പ്രോപ്പർലി അഡ്രസ്സ് ചെയ്യുന്നത് നല്ലതാണ്. As part of this respect, it is very important to respect in the nice manner. പുരുഷന്മാര് വെളിയിൽ ജോലിക്ക് പോയി ഭവനത്തിൽ എത്തുന്ന സമയത്ത് സ്ത്രീകൾ ഇരിക്കുന്ന കസേരയിൽ നിന്ന് എഴുന്നേറ്റ് നിൽക്കുന്നത് വളരെ നല്ല കാര്യമാണ്. Maybe when husband comes back after work, if wife is sitting there, it is good to just get up. നമ്മുടെ ഹൃദയത്തിലെ ബഹുമാനത്തിന്റെ രീതികൾ പ്രവൃത്തികളിലൂടെ വെളിപ്പെട്ട് വന്നില്ലെങ്കിൽ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടില്ല. ആർക്കും അത് മനസ്സിലാകില്ല. ഉള്ളില് എന്തോരം ബഹുമാനം ഉണ്ടെന്ന് പറഞ്ഞാലും പ്രവൃത്തിയിലൂടെ വെളിപ്പെട്ട് വരാത്തിടത്തോളം ആ ബഹുമാനത്തെ ആർക്കും മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയില്ല. Even if we have the respect in our heart, unless we demonstrate that, it will not get communicated to the other person. ഹസ്ബൻഡ്സ് പറയുന്ന കാര്യങ്ങളെ അനുസരിക്കുന്നത് നല്ലതാണ്. When husband says something, it is important to obey that. ഒരു ഗ്ലാസ് വെള്ളം അല്ലെങ്കിൽ ചായ ചോദിച്ചാൽ ഇപ്പൊ തന്നേലേ ഉള്ളൂ, ഇനി കുറച്ച് കഴിഞ്ഞിട്ട് മതി. Maybe husband is asking for a cup of tea and wife says, no, I don't have time now, I'll do it later. അങ്ങനെയല്ല ചെയ്യേണ്ടത്, മറിച്ച് ചായ കൊടുക്കുകയാണ് ആവശ്യമായിട്ടിരിക്കുന്നത്. That is not the response expected. If he needed tea, it is important to give a tea. വെള്ളം ചോദിച്ചാൽ വെള്ളം എടുത്തു കൊടുക്കുകയാണ് വേണ്ടത്. He asked for a water, give a glass of water. ഷർട്ടും പാൻറ്റും എടുത്തു തരാൻ പറഞ്ഞാൽ ഇരിക്കുന്നത് എവിടെയാണെന്ന് അറിയാമല്ലോ, എടുക്കാമല്ലോ എന്നുള്ള ഉത്തരവെന്നവർക്ക് പറയുന്നത് വളരെ മോശമായിരിക്കുന്ന ഉത്തരങ്ങളാണ്. If he is asking, okay, give me the shirt and pant which I should wear, she can say one thing that you know where it is, go and take it. Can be an answer. Alternatively, he should, you can give it. ഇതെല്ലാം എടുത്തു തരാൻ നിങ്ങൾ എന്താ കൊച്ചുകുട്ടി വലുതാണോ, നിങ്ങൾക്ക് എടുക്കാൻ വയ്യേ എന്നുള്ള ചോദ്യങ്ങളൊക്കെ വളരെ അപക്വമായിരിക്കുന്ന ചോദ്യങ്ങൾ ആണ്. The questions like, you are your child, you can't go and take. Those type of questions are very immature questions. ഈ ഭർത്താക്കന്മാരെ പൊതുജന മധ്യത്തിൽ ഗുണമായിട്ട് പ്രസന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ചെയ്തു കൊടുക്കണം. ഇല്ലെങ്കിൽ ഇവരെങ്ങനെയെങ്കിലും പ്രസന്റ് ആകും. ഇവരെ തപ്പിപ്പിടിച്ച് അന്വേഷിക്കും, ഈ പുള്ളിയുടെ ഭാര്യ എവിടെ ഇരിക്കുന്നത് ഏതാന്നുള്ളത് അന്വേഷിക്കും, ഇദ്ദേഹമാണ് ഇതിൻ്റെ ആള് ഇല്ലേ എന്ന കൺക്ലൂഷനിലായിരിക്കും ആളുകൾ വരുന്നത്. അങ്ങനെ വരാതിരിക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കുറേ ഹോംവർക്കുകളുണ്ട്. ദാറ്റ് വി ഷുഡ് ഡു. And if you want to present your husband better, you have some responsibilities, you have to do certain things, you do it. ഈ സദൃശവാക്യങ്ങളിലെ സ്ത്രീ അങ്ങനെയായിരുന്നു. തൻ്റെ ഭർത്താവ് പട്ടണത്തിൽ മൂപ്പന്മാരുടെ ഒപ്പം ഇരിക്കുമ്പോൾ പ്രസിദ്ധനാകുന്നു. കാരണം എന്താണ്? ഈ സ്ത്രീക്ക് അറിയാമായിരുന്നു, ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്താലാണ് എൻ്റെ അച്ചായം ഗുണപ്പെടുകയുള്ളൂ, അദ്ദേഹത്തിന് അനുഗ്രഹിക്കപ്പെടാനായിട്ട് സാധിക്കുള്ളൂ, ആളുകളുടെ മുൻപിൽ പ്രസന്റബിൾ ആകുകയുള്ളൂ. അത് തനിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. And the lady, what we read in Proverbs, she knows very clearly what is the responsibility in order to be famous. When he is sitting in the gate along with the elders,
she knows very clearly, these are the things which I should do for my husband. ഈ ബഹുമാനം എന്ന് പറയുന്നത് പുരുഷന്മാർക്ക് മാത്രം ഡിസേർവിംഗ് ആയിരിക്കുന്ന കാര്യമല്ല. അപ്പോസ്തലനായ പത്രോസ് അതിന്റെ മറുവശം പറയുന്നു, സ്ത്രീക്ക് മാനം കൊടുക്കണം എന്ന് വളരെ ക്ലിയർ ആയിട്ടുള്ള കൽപ്പന നമുക്ക് വായിക്കാനായിട്ട് സാധിക്കും. But along with that, we should note one another aspect. This respect is not only to husband. Apostle Peter says very clearly that we have to respect wives as well. വളരെയേറെ ഫ്രിക്ഷൻസ് പലപ്പോഴും വരുന്ന ഒരു ഏരിയയാണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. അതിനെക്കുറിച്ചും കൂടെ ഒന്ന് രണ്ട് വാക്കുകൾ ഞാൻ വേഗത്തിൽ പറയാം. Finance management is an area generally result in lot of friction, so I would like to mention few things about that. ഈ ഫിനാൻഷ്യൽ മാനേജ്മെന്റിനെ കുറിച്ച് പറയുന്ന സമയത്ത് പ്രിയമുള്ളവരെ, ഭർത്താവിന് ഭർത്താവിന്റെ പേഴ്സ്, ഭാര്യയ്ക്ക് ഭാര്യയുടെ പേഴ്സ്, ഭർത്താവിന് ഭർത്താവിന്റെ അക്കൗണ്ട്, ഭാര്യയ്ക്ക് ഭാര്യയുടെ അക്കൗണ്ട്, ഭാര്യയുടെ കയ്യിൽ എത്രയുണ്ടെന്ന് ഭർത്താവിന് അറിയില്ല, ഭർത്താവിന്റെ കയ്യിൽ എത്രയുണ്ടെന്ന് ഭാര്യയ്ക്ക് അറിയില്ല. അങ്ങനെ ഒരു പുകമറയ്ക്കകത്തുള്ള ഒരു സാമ്പത്തിക കാര്യവിചാരകത്വം എന്ന് പറയുന്നത് ശുഭകരമല്ല. This finance management, husband is working, wife is working, husband has one bank account, wife has another bank account, he doesn't know what is the amount in his hand, she doesn't know what is the amount. So this style of working is not good for family. അപ്പം ഈ ഭർത്താവിൻ്റെ വരുമാനം എത്രയാണെന്നുള്ളതിനെ സംബന്ധിച്ച് ഭാര്യയ്ക്കും ഭാര്യയുടെ വരുമാനം എത്രയാണെന്നുള്ളതിനെ സംബന്ധിച്ച് ഭർത്താവും അറിയേണ്ടത് വളരെ ആവശ്യമാണ്. അവർക്ക് 2 പേഴ്സിൻ്റെ ആവശ്യമില്ല. ക്രിസ്തീയ കുടുംബമാണ്, അവരൊരു ദേഹമായി തീർന്നു എന്നുള്ളത് വേദപുസ്തകത്തിൻ്റെ പ്രഖ്യാപനമാണെങ്കിൽ ഒരു കുടുംബത്തെ സംബന്ധിച്ച് 2 പേഴ്സിൻ്റെ ആവശ്യമില്ല, അവർക്ക് 1 പേഴ്സ് മതി. They don't need 2 accounts or they don't need 2 purses. Their family, their one, that is a statement of the Bible, very clear statement. So they should not have this 2 business. വാസ്തവത്തിൽ കുടുംബത്തെ ജോലി ചെയ്ത് പുലർത്തുക എന്നുള്ളത് ആരുടെ ജോലിയാണ്? In reality, who is responsible to manage the financial matters of the house? കുടുംബത്തെ നയിക്കുക, ജോലി ചെയ്ത് ഉപജീവനം കണ്ടെത്തി കുടുംബത്തിന്റെ ബ്രെഡ് വിന്നറായിട്ട് കുടുംബത്തെ മുന്നോട്ട് നയിക്കുക എന്ന് പറയുന്നത് പുരുഷന്മാരുടെ ജോലിയാണ്. ഈ ലോകത്തില് വന്ന പല ഫിലോസഫികളുമാണ് സ്ത്രീയെ പിടിച്ച് ഇവിടുന്ന് കയറ്റി വിടുക, എന്നിട്ട് ഞാൻ അതിന്റെ ശമ്പളം പറ്റി ജീവിക്കുക എന്നുള്ളത് നാട്ടുകാർ കണ്ടുപിടിച്ച ഒരു ആശയമാണ്. അത് വേദപുസ്തകത്തിന്റെ ആശയമല്ല, അതല്ല നമ്മുടെ മാനിഫെസ്റ്റോ എന്ന് പറയുന്നത്. The biblical teaching, biblical philosophy is not wife earning for the family, rather than the responsibility goes to the husband, the head of the family, to work and earn and meet the needs of the family. പുരുഷന്മാരോട് പറയുന്നത് നീ കഷ്ടതയോടെ ഉപജീവനം കഴിക്കും, കാരണം നീയാണ് പാപത്തിന് നേതൃത്വം കൊടുത്തത്. അതുകൊണ്ട് ഭൂമി ഇനി പഴയ ഫലം തരില്ല. നമ്മൾ എന്ത് ജോലി ചെയ്താലും കമ്പനിക്കാർ നല്ല ശമ്പളം തരില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ മനുഷ്യവർഗം വീണുപോയി, അവർ പിടിയാനേ നോക്കുകയുള്ളൂ. So the world is like that, the sinful world. It is very difficult to work and earn. വളരെ ബുദ്ധിമുട്ടായിരിക്കും. It's a very extremely difficult job. കാരണം ഞാനും പാവസ്വഭാവമുള്ളവനാണ്, എൻ്റെ ബോസും പാവസ്വഭാവമുള്ളവനാണ്. Because I am also a sinner and my boss is also a sinner. That problem is there. ഈ ഭൂമിയിൽ കളിക്കുന്ന സമയത്ത് മരുഭൂമിയിൽ കളിക്കുന്ന പോലെ ഇരിക്കും, കാരണം അതും തകർന്നു പോയി. And even the earth is not giving fruit. That is also impacted by the sin. പുരുഷന്മാരോട് കഷ്ടപ്പെട്ട് ഉപജീവനം കഴിക്കാനായിട്ട് സമ്പാദിക്കണമെന്ന് പറയുമ്പോൾ അതിന് തക്ക ഒരു മനസ്സും ഒരു ശരീരവും ഒരു ഫിസിക്കും ശക്തിയും ഒക്കെ ദൈവം അവന് കൊടുത്തിട്ടുണ്ട് അതിന്. And when he says, word of God says that your husband, you are responsible for family, to earn for the family. God has given the provisions also for husband. പുരുഷന്റെ മനസ്സിൽ ഒരൊറ്റ ചിന്തയാണ് എപ്പോഴും ഉള്ളൂ. There is only one thought in the mind of husband. പുരുഷന്മാർ മൾട്ടി ടാസ്ക് ചെയ്യുന്ന ടൈപ്പ് ആളുകളല്ല. അവരുടെ മനസ്സിലുള്ള ഒറ്റ ചിന്തയുള്ളൂ. ആ ചിന്ത എന്താന്ന് ചോദിച്ചാൽ എൻ്റെ കുടുംബത്തെ എങ്ങനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റും. അതാണ് എല്ലാ പുരുഷന്മാരുടെയും മനസ്സിലുള്ള പ്രധാനപ്പെട്ട ചിന്ത എന്ന് പറയുന്നത്. സാധാരണ മനുഷ്യരെ കുറിച്ചാട്ടോ ഞാൻ പറയുന്നത്. I am talking about general people. Their thinking, the husband's thinking is that they can't do multitasking. They think only one thing: how can I work and earn and sustain my family? സ്ത്രീകൾക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. And ladies can do many things at a time. കുഞ്ഞിന്റെ കാര്യം നോക്കും, she can take care of the baby. വീട്ടിൽ അമ്മായിയമ്മയ്ക്ക് സമയത്ത് മരുന്ന് എടുത്തു കൊടുക്കും. She can give medicine to her father-in-law. ഹസ്ബൻഡ് വരുമ്പോഴത്തേക്ക് അദ്ദേഹത്തെ സ്വീകരിക്കാൻ ഒരുങ്ങും. When husband is coming from work and she is ready to receive. ഇതിന്റെ ഇടയിൽ വീട്ടിൽ ബൈബിൾ ക്ലാസ് ഉണ്ടെങ്കിൽ അതിനുള്ള ക്രമീകരണങ്ങൾ ചെയ്യും. If there is a Bible class at home, she will parallelly manage the needs of the preparation. അപ്പോൾ ഹസ്ബൻഡ് ഓഫീസിൽ നിന്ന് വരുന്ന വഴിക്ക് വിളിച്ചു പറയും, വരുന്ന വഴിക്ക് ഒരു 2 ലിറ്റർ പാലും കുറച്ച് ബിസ്ക്കറ്റും കൂടെ മേടിച്ചുകൊണ്ട് വരണം. വീട്ടിൽ ക്ലാസ് ഉള്ളതാണോ? അദ്ദേഹം ക്ലിയർ ആയിട്ട് മറന്നിരിക്കും, വീട്ടിൽ സിമ്പിൾ ആയിട്ട് വരും. And wives, she would call husband and say that we have prayer meeting today, please buy 2 packets of milk and a few biscuits.
definitely he will forget about it. അങ്ങനെ പല കാര്യങ്ങൾ ചിന്തിച്ച് ചെയ്യില്ല പുരുഷന്മാര്. And husbands many times they don't think multiple things and do. അതുകൊണ്ട് ചെയ്യാൻ ഒട്ടും അസാധ്യമാണെന്നുള്ള അർത്ഥത്തിലല്ല, ഇദ്ദേഹത്തിന്റെ മനസ്സിൽ അതൊന്നുമല്ല പ്രധാനപ്പെട്ട കാര്യങ്ങൾ. And it is not to say that it is impossible, but the primary thing in his mind is about the work and the responsibility. നമുക്ക് ഫിനാൻഷ്യൽ മാറ്റേഴ്സിലേക്ക് വരെ സാമ്പത്തിക കാര്യങ്ങളെ കുറിച്ച് പറയുന്ന സമയത്ത് സ്ത്രീക്ക് സമ്പാദ്യങ്ങൾ ഉണ്ടാക്കാം, ജോലി ചെയ്യാം, ഏൺ ചെയ്യാം, ഇതൊക്കെ ചെയ്യാം. പക്ഷേ ഈ പണം ഉപയോഗിച്ച് ഇവൾ എന്താണ് ചെയ്യുന്നത്? തൻ്റെ ഭർത്താവിൻ്റെ ഇൻകത്തെ സപ്ലിമെന്റ് ചെയ്യുക എന്നുള്ള ദൗത്യമാണ് സ്ത്രീകൾക്ക് ദൈവം കൽപ്പിച്ചിട്ടുള്ളത്. As we are coming back to the financial matters, wives can work, she can earn, all that is fine, but the final question is that what is she doing with this money? Her responsibility is to supplement the need of the family, supporting her husband's earning. ഒരുപക്ഷെ ഭർത്താവിന്റെ ശമ്പളത്തെക്കാൾ കൂടുതൽ ശമ്പളം സ്ത്രീക്ക് കാണാം, പക്ഷേ സ്റ്റിൽ ഇവള് തൻ്റെ ഹസ്ബൻഡിന്റെ വരുമാനം, അതാണ് കുടുംബത്തിന്റെ പ്രാഥമികമായിരിക്കുന്ന വരുമാനം, അതിനോട് സപ്ലിമെന്റ് ചെയ്യുക എന്ന ദൗത്യമാണ് സ്ത്രീകൾക്ക് ദൈവം കൊടുത്തിട്ടുള്ളത്. And the wife's earning can be even more than husband's earning, that's fine, but the responsibility is to supplement even with that earning to meet the needs of the family, because the primary source of earning is husband's responsibility. ഈ സപ്ലിമെന്റ് ചെയ്ത് കിട്ടുന്ന പണവും പുരുഷൻ കൊണ്ടുവരുന്ന പണവും രണ്ട് പണമല്ല, ഇത് എൻ്റേത്, ഇത് നിൻ്റേത്, ഇത് നീ നോക്കി, ഇത് ഞാൻ നോക്കാം, അങ്ങനെ പറയാൻ സാധിക്കില്ല. ഇത് രണ്ടും കൂടെ ചേർത്താണ് കുടുംബത്തിന്റെ വരുമാനം എന്ന് പറയുന്ന വരുമാനം. There is no my earning, my salary and your salary, your earning, that is not very relevant. It is a family's money, it is family's earning, and that should be used together for the family. ഈ പണം എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്? How we should use this money? പ്രാർത്ഥനാപൂർവം, മുൻഗണനകൾ അനുസരിച്ച്, with priorities. ആ നിലയിൽ വേണം ഈ പണം ചെലവഴിക്കാൻ. And with these things in our mind, we have to spend this money. അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഓരോ ചെലവഴിക്കലിന്റെയും മുൻപിൽ അവർ കുടുംബമായി ചിന്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്താണ് അവർ പണം കൈകാര്യം ചെയ്യുന്നത്. And when this is a condition, this is a situation, husband and wife, they should think and pray and use this money effectively for them. അവരുടെ കുടുംബത്തില് സാമ്പത്തിക വിഷയങ്ങളെ സംബന്ധിച്ച് ഭിന്നതകളും അഭിപ്രായ വ്യത്യാസങ്ങളും വഴക്കുകളും ഉണ്ടാകാനുള്ള ചാൻസ് വിരളമാണ്. If we are conducting the financial matters in this manner, the chance of getting conflicts in the family on this is very difficult, very minimum. കാരണം പണം എങ്ങനെയാ കൈകാര്യം ചെയ്തതെന്ന് അവർക്ക് രണ്ടുപേർക്കും അറിയാം. And the reason he knows, both of them knows very clearly how to handle it. അവരുടെ കുഞ്ഞുങ്ങൾ വളർന്നു വരുന്ന സമയത്ത് അവരെയും അറിയിച്ചാണ് അവർ ചെയ്യുന്നത്. അതുകൊണ്ട് കുടുംബത്തിന്റെ നിലയും സാമ്പത്തിക സ്ഥിതിയും എന്താണെന്നുള്ളത് കുഞ്ഞുങ്ങൾക്കും അറിയാം. And the children, as children is growing up, they will also involve in that, and they will know what is the financial status of the family. കുഞ്ഞുങ്ങളെ സാമ്പത്തികമായിരിക്കുന്ന കാര്യങ്ങളുടെ പ്രിൻസിപ്പിൾസ് പഠിപ്പിച്ച് അതിന്റെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കിച്ച് വേണം പിള്ളേരെ വളർത്തിയെടുക്കാനായിട്ട്. As we bring up the children, we have to teach them, train them what is the difficulty of the use of money, how to earn and how to use. ഇപ്പം ഗുജറാത്താണല്ലോ രത്നവ്യാപാരത്തിൻ്റെ കേന്ദ്രം. അവിടുന്ന് പല രത്നവ്യാപാരികളുടെ മക്കളെ കേരളത്തിൽ പല ബേക്കറികളിൽ നിൽക്കാനും ഹോട്ടലിൽ നിൽക്കാനും ഒക്കെ ആയിട്ട് അവർ അയക്കാറുണ്ട്. Diamond. The Gujarat is known for diamond business, and we know they used to send their children to Bangalore and such places to work in small scale works, hotels and things like that. അവരെന്തിനങ്ങനെ അയക്കുന്നതെന്ന് വെച്ചാൽ ഈ പിള്ളേര് യാഥാർത്ഥ്യങ്ങൾ പഠിച്ചെടുക്കാൻ വേണ്ടിയാണ് അവർ അയക്കുന്നത്. And the purpose why they are sending their children to this type of work is to make them understand the value of money, how to use it. അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ ഇത് പഠിപ്പിച്ച് പരിശീലിപ്പിച്ചെടുക്കേണ്ടത് വളരെ ആവശ്യമാണ്. So it is important for us also to train our children to handle finance in the right manner. അതുകൊണ്ട് ഇങ്ങനെയുള്ള കുടുംബങ്ങളിൽ ഭർത്താവും ഭാര്യയും കുഞ്ഞുങ്ങളും തമ്മിൽ സാമ്പത്തിക വിഷയങ്ങളെ സംബന്ധിച്ച ഭിന്നതകളും വഴക്കുകളും ഇല്ല. And if we are conducting so, there is a chance of having conflict in the financial area in such family is very minimum. മാത്രമല്ല ഈ കുടുംബങ്ങളുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് പണം ഉണ്ടാക്കുക എന്നുള്ളതല്ല. And not only that, their primary purpose is not to make money. നിങ്ങൾ ഒത്തിരി പൈസ ഉണ്ടാക്കാൻ വേണ്ടി വളരെ കഷ്ടപ്പെട്ട് ഭർത്താവും ഭാര്യയും തമ്മിൽ കലഹിച്ച് ഒക്കെ പൈസ ഉണ്ടാക്കി. ഞാനിനി ഇതിൻ്റെ ഡേഞ്ചർ ഒരെണ്ണം പറയാം.
I'm trying to say one negative danger aspect of this. നാട്ടിലും പല ആളുകൾക്ക് പറ്റിയ അബദ്ധങ്ങളാണ്. This is, many families had these issues. ഒരു സ്നേഹിതനെ കുറിച്ച് അടുത്ത നാൾ എന്നോട് ഇങ്ങനെ പറഞ്ഞു. അദ്ദേഹം ഇതിന് 55-60 വയസ്സായി. അദ്ദേഹം വളരെ അധ്വാനിച്ച് 8-9 ഏക്കർ സ്ഥലമൊക്കെ ഉണ്ടാക്കി. One of my friend, he is around 55-60. He worked hard and he earned 8-9 acres of land. കഠിനമായിട്ട് അധ്വാനിച്ച് ഉണ്ടാക്കിയെടുത്തതാണ്. He works very hard, really hard, and made this money. 2 മക്കളുണ്ട്, ഒരു മോനും മോളും. മോള് കാനഡയ്ക്കും പോയി, മോൻ UK-ക്കും പോയി. And they have 2 children, and one went to UK, one went to Canada. ഈ സ്ഥലത്തിനങ്ങ് ഇപ്പോൾ ഒരു വിലയില്ല, ആർക്കും വേണ്ടതാണ്. And there is no value for that land now, and nobody wants it. അമിത അധ്വാനം കഴിച്ച് ഇദ്ദേഹത്തിന്റെ ശരീരത്തിന് ഒത്തിരി രോഗങ്ങളുമായി. And because of this hard work, he had enough, diseases, illness. ഇവ രണ്ടുപേരും വീട്ടിലിരിക്കുകയാണ്. എന്താ ചെയ്യേണ്ടതെന്ന് അവർക്കും അറിയില്ല. Both husband and wife is at home and they don't know what to do. പിള്ളേർക്ക് ഈ സ്ഥലവും വേണ്ട, അവിടുത്തെ വാഴയും വേണ്ട, ചക്കയും വേണ്ട, അവിടുത്തെ റബ്ബറും വേണ്ട, ഒന്നും വേണ്ട. His children are least bothered about their land and what is there in that. ഇത് തന്നെ ബാംഗ്ലൂരും സംഭവിക്കും. This is the same thing will happen in Bangalore as well. ഇവിടെ നമ്മൾ കഷ്ടപ്പെട്ട് ഒരു ഫ്ലാറ്റൊക്കെ ഉണ്ടാക്കി അങ്ങനെ ശരിയാക്കി ഒക്കെ സെറ്റപ്പാക്കി വരുമ്പം ഒരു മോൻ കാനഡയ്ക്കും പോവും, ഒരു മോള് ന്യൂസിലൻഡിനും പോവും. പപ്പയും മമ്മിയും ഇവിടെ മുഖത്തോട് മുഖം നോക്കിയിരിക്കും. We will work hard and earn a lot. Finally what will happen? This one daughter will go to Canada, another one will go to New Zealand, and this husband and wife, they will look at each other and sit at home. അതുകൊണ്ട് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ധനാഗമനം എന്നുള്ളതല്ല. നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ദൈവപ്രസാദത്തിനൊത്തവണ്ണം ജീവിക്കുക, ദൈവാരാധന കഴിക്കുക, സുവിശേഷ വേല ചെയ്യുക, ആളുകളെ വീട്ടിൽ സ്വീകരിക്കുക, അതിസൽക്കാരം ചെയ്യുക, കർത്താവിന് കൊടുക്കുക. ഇതൊക്കെയാണെങ്കിൽ നമുക്ക് സന്തോഷമാണ്, നമുക്ക് അനുഗ്രഹമാണ്, നമുക്ക് ജീവിതത്തിനൊരു നിർവൃതി ഉണ്ടാകും, ഒരു ഫുൾഫിൽമെന്റ്. So our purpose is not to make lot of money. That's not our intention. Instead of that, we need money, but we have to use it in such a way to glorify God's name. ഇത്രയും തിരക്കിൽ ജീവിക്കുന്ന മനുഷ്യർക്ക് അവരുടെ സെക്ഷൽ ഇൻറ്റിമസി എന്ന് പറയുന്നത് മിക്കവാറും നഷ്ടപ്പെടുന്നു. And people having such a very busy life schedule, they lose the sexual intimacy in the family. അതിനെക്കുറിച്ചും ഒരു വാക്ക് ഞാൻ ഒരു 5-6 മിനിറ്റ് കൊണ്ട് വേഗത്തിൽ പറഞ്ഞ് മുന്നോട്ട് പോകാം. Let me mention few things about that as well. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ വചനത്തിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്, അതുകൊണ്ട് പുരുഷന് അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് ചേരും, അവർ ഏകദേഹമായി തീരും. പക്ഷെ ഇവിടെ അതിനുള്ള സമയമില്ല, അതിനുള്ള സാഹചര്യമില്ല. ജീവിക്കാനുള്ള തിരക്കിൽ ജീവിതത്തെ തന്നെ നശിപ്പിച്ചുകൊണ്ടുള്ള മുന്നേറലാണ്. Bible says very clearly that the husband will leave his father and mother and stick to his wife, and they will become one. That's what Bible says. But we don't have time to become one. Rather than we are running after money, we are running after many other things. ഈ ഭാര്യയുടെ മുഖത്തേക്ക് നേരെവണ്ണം നോക്കാൻ സമയമില്ലെന്നേ. Even he doesn't have time to look at his wife's face at all. അവളുടെ എത്ര സുന്ദരിയാണ്, എത്ര നല്ല സ്വഭാവമുള്ളതാണ്, എത്ര ആകർഷകമായ വ്യക്തിത്വമുള്ള ഒരാളാണ് ദൈവം എനിക്ക് തുണയായി തന്ന സ്ത്രീ എന്നുള്ള കാര്യം ഇദ്ദേഹം മറന്നുപോയിരിക്കുന്നു. He forgets the reality, how beautiful is she, he doesn't have time for that. അതുപോലെ ഈ സ്ത്രീക്ക് തന്റെ ഭർത്താവിന്റെ മുഖത്തേക്ക് നോക്കാൻ സമയമില്ല. എത്ര ജെന്റിലാണ്, എത്ര ലവിംഗ് ആണ്, എത്ര നല്ല മനുഷ്യനെയാണ് ദൈവം എന്റെ ജീവിതത്തിൽ തന്നത്. ബട്ട് ഷീ ഡസ് നോട്ട് ഹാവ് ടൈം. She also is in the same condition. She doesn't have time, running after many things. She is not knowing her husband very well. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ വചനത്തിൽ വളരെ വ്യക്തമായി വെച്ച് ഈ യഥാർത്ഥ സെക്ഷ്വാലിറ്റി എന്ന് പറയുന്നത് ദൈവദാനമാണ്. The true sexuality is a gift of God. ഈ അങ്ങനെ ദാനം കൊടുക്കാത്ത മനുഷ്യരെ നിങ്ങൾ ട്രെയിനിലും അതിലൊക്കെ നടക്കുമ്പോൾ കാണാറില്ലേ? അവരുടെ അവസ്ഥ നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ വളരെ ഡേർട്ടി ആയിരിക്കുന്ന വസ്ത്രം ധരിച്ച് അലഞ്ഞു തിരിഞ്ഞ് ജീവിക്കുന്ന ഒരു കൂട്ടം മനുഷ്യർ എത്ര സങ്കടകരമാണ്. There are people, they don't have any of these blessings, and we can see many places they're just roaming around. അപ്പൊ ദൈവം തന്നിട്ടുള്ള ഈ വരദാനങ്ങളെ ശരിയായി ഉപയോഗിക്കുകയും അവരെ ഏറ്റവും അടുത്ത് നിൽക്കുവാൻ തക്കവണ്ണം അവരുടെ ജീവിതത്തെ സമർപ്പിച്ചു കൊടുക്കുകയും ചെയ്യേണ്ടത് ദൈവം കൊടുത്തിട്ടുള്ള ഉത്തരവാദിത്വമല്ലേ? And when God gives these gifts in our life, it is our responsibility to enjoy it. We have to be together. സദൃശവാക്യങ്ങൾ 5:18 പറയുന്നത്, റിജോയ്സ് വിത്ത് യുവർ വൈഫ് ഓഫ് യൂത്ത്. നിന്റെ യൗവനത്തിലെ ഭാര്യയിൽ സന്തോഷിച്ചു കൊള്ളുക. അപ്പൊ തിരിച്ചു അതെ, പക്ഷെ അതിനുള്ള സമയമില്ല. പിന്നെ എന്ത് ചെയ്യും? The exhortation of the Proverbs is to enjoy in your young wife
and we don't have time what to do. അതിനു പകരം പോർണോഗ്രഫി, അതുപോലെ മോശം സാഹിത്യം, സിനിമ, ഇതിൻ്റെ പുറകിലൊക്കെ നടക്കുന്നത് എത്രയോ സങ്കടകരമായിരിക്കുന്ന ഒരു കാര്യമാണ്. It is so sad to see that people are after pornography and other, literatures, bad literatures, to meet their requirements. So sad. ഇതൊക്കെ നമ്മുടെ മാനസികാരോഗ്യത്തെയും ആത്മീയാരോഗ്യത്തെയും തകർത്ത് കളയും, നശിപ്പിച്ചു കളയും. And all such practices will seriously impact and destroy our mental and our spiritual life. അങ്ങനെയുള്ള ദുർനടപ്പുകാരെ ദൈവം ന്യായം വിധിക്കുമെന്നാണ് ഇബ്രായ ലേഖനത്തിൽ നാം വായിക്കുന്നത്. In Hebrews we read that such practices will be strictly judged by God. അതുകൊണ്ട് ജീവിത പങ്കാളിയോട് ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ വിശ്വസ്തത പുലർത്തി ജീവിക്കുക എന്ന് പറയുന്നത് എല്ലാ ഭർത്താക്കന്മാരുടെയും ഭാര്യമാരുടെയും വിലയേറിയ ദൗത്യമായിട്ടാണ് വേദപുസ്തകത്തിൽ പറയുന്നത്. And hence it is a responsibility of the husband and wife to be faithful to their partners. അന്യന്റെ ഭാര്യയെ മോഹിക്കരുത് എന്ന വചനത്തിൽ കൽപ്പനയുണ്ട്. We know that there is a commandment that you should not be after another wife. കാരണം അവളെ തൊടുന്നവന് ശിക്ഷ വരാതിരിക്കുന്ന പ്രശ്നമില്ല. And there will be punishment for that. കാരണം പ്രിയമുള്ളവരെ, മനുഷ്യർക്ക് എല്ലാവർക്കും കൊടുത്തിട്ടുള്ള ആവശ്യങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട ആവശ്യം തന്നെയാണ് സെക്സ്വാലിറ്റി എന്ന് പറയുന്നത്. And the sexuality is a basic need of a human being. 1 കൊരിന്ത്യർ ലേഖനം 7-ാം അധ്യായത്തിന്റെ 2 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. Let's read 1 Corinthians chapter 7. 2 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. 1 Corinthians chapter 7 verse 2 to 5. Nevertheless, because of sexual immorality, let each man have his own wife, and let each woman have her own husband. Let the husband render to his wife the affection due to her, and likewise also the wife to her husband. The wife does not have authority over her own body, but the husband does. And likewise the husband does not have authority over his own body, but the wife does. Do not deprive one another except with consent for a time, that you may give yourself so fasting and prayer, and come together again, so that Satan does not tempt you because of your lack of self-control. എനിക്കിങ്ങനെയുള്ളൊരു ആവശ്യമേ ഇല്ല എന്നുള്ള ഒരു നിലയിൽ ഒരു മുഖംമൂടി അണിഞ്ഞ് ഒരു പുരുഷൻ നടക്കരുത്, ഒരു സ്ത്രീയും നടക്കരുത്. We should not think that, I don't have any such needs in our life. അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് ഓരോ പുരുഷനും ഓരോ സ്ത്രീക്കും ചില കടപ്പാടുകൾ ഉണ്ടെന്നാണ് പറയുന്നത്. Apostle Paul says that there are certain responsibilities for husband, there are certain responsibilities for wife. ഈ വാക്യങ്ങൾ വായിച്ചു നോക്കുമ്പോൾ നമുക്ക് പ്രധാനപ്പെട്ട 6 ഒബ്സർവേഷൻസ് നമുക്ക് നടത്താനായിട്ട് പറ്റും. From these few verses we can make 6 observations about this. ഒന്നാമത് പറയുന്നത് ലൈംഗിക പാപങ്ങളെ തടയാനായിട്ട് ദൈവം വെച്ചിരിക്കുന്ന വാതിലാണ് കുടുംബജീവിതം, വിവാഹം എന്ന് പറയുന്നത്. The first point is that the family is an establishment which will protect you from sexual immorality. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞ് ആരംഭിക്കുന്നത് because of sexual immorality let each man have his own wife എന്ന് പറഞ്ഞാൽ ഇത് ആവശ്യമുള്ള കാര്യമാണ്. അല്ലെങ്കിൽ നിങ്ങൾ ഇമ്മോറാലിറ്റിയിൽ ചെന്ന് വീഴും. അതുകൊണ്ട് നിങ്ങൾക്ക് ഭർത്താവും ഭാര്യയും ഉണ്ടായിരിക്കണം എന്ന കാര്യം പൗലോസ് അപ്പോസ്തലൻ അടിവരയിട്ട് പറയുകയാണ്. So Apostle Paul is underlining and making one point that sexual needs is a basic need, and hence you should have husband and wife, otherwise it can lead to immorality. രണ്ടാമത് പറയുന്ന ഒരു പുരുഷന് സ്ത്രീയെ സംബന്ധിച്ച് നിവർത്തിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്തങ്ങളുണ്ട്. എന്തെന്ന് ചോദിച്ചാൽ അവളുടെ സെക്സ്വൽ ഫുൾഫിൽമെന്റ് എന്ന് പറയുന്നത് പുരുഷന്റെ ഉത്തരവാദിത്തമാണ്. The second point is that there is a responsibility on a husband to meet the sexual needs of his wife. എൻ്റെ ഭാര്യയ്ക്ക് ഇങ്ങനെയുള്ള ആവശ്യങ്ങളുണ്ടെന്ന് മനസ്സിലാക്കി അവളോട് സഹകരിച്ച് ജീവിക്കുക എന്ന് പറയുന്നത് വിവേകമുള്ള ബിബ്ലിക്കൽ ഹസ്ബൻഡിന്റെ പ്രാഥമികമായിരിക്കുന്ന ചുമതലയാണ്. A biblical, a prudent husband should realize there is a need for sexual needs for my wife, and it is her responsibility to meet those needs. അതുപോലെ ഒരു ഭാര്യയുടെ ഉത്തരവാദിത്തമാണ്. എൻ്റെ ഭർത്താവിന് ഇങ്ങനെയുള്ള ആവശ്യങ്ങളുള്ള ഒരു മനുഷ്യനാണ്, അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തോട് നീതി പുലർത്തേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണ്, എൻ്റെ ഔദാര്യമല്ല. ഇറ്റ് ഇസ് മൈ റെസ്പോൺസിബിലിറ്റി എന്ന കാര്യം ഒരു സ്ത്രീയെ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. Similarly, wife should understand that this is my responsibility to meet the needs of her husband, my husband. പുരുഷന്മാരുടെ ആവശ്യങ്ങളുടെ രീതികൾ മനസ്സിലാക്കി അവരോട് ഇടപെടുക, സ്ത്രീകളുടെ ആവശ്യങ്ങളുടെ രീതികൾ മനസ്സിലാക്കി ഇടപെടുക, ഇതൊക്കെ ധാരാളം പഠനങ്ങൾ ആവശ്യമുള്ള ഏരിയകളായിട്ടിരിക്കുന്നു. And it is important to understand husband, what is his need, and the personality he has. Similarly, wife's needs and her personality, and we have to deal accordingly. വാസ്തവത്തിൽ സ്ത്രീക്ക് പുരുഷൻ തലയാണ് എന്ന് പറയുന്ന ക്രമീകരണം അവരുടെ സെക്ഷുവൽ റിലേഷൻഷിപ്പിൽ ദൈവം വെച്ചിട്ടില്ല എന്നുള്ളതാണ് ഒട്ടുമിക്ക ദൈവദാസന്മാരും പറയുന്നത്.
പുരുഷൻ സ്ത്രീക്ക് തലയാണെന്ന് പറയുന്ന ആശയം ഈ റിലേഷൻഷിപ്പിൽ ദൈവം വെച്ചിട്ടില്ല. So there are many people who say that the point that husband is the head of wife is not there in this aspect of their life, the sexual area of life. അതുകൊണ്ടാണല്ലോ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് സ്ത്രീയുടെ ശരീരത്തിൽ സ്ത്രീക്കല്ല പുരുഷൻ അത്ര അധികാരം, പുരുഷന്റെ ശരീരത്തിൽ പുരുഷനല്ല സ്ത്രീക്ക് അത്ര അധികാരം എന്ന് പറയാനുള്ളത്. എന്ന് പറയാൻ എന്നെ തൊടരുത് എന്ന് സ്ത്രീക്കും പുരുഷനും പറയാൻ പാടില്ല, എനിക്കിതിന് താല്പര്യമില്ല എന്ന് പറയാൻ പറ്റില്ല, എനിക്കിതിന് സമ്മതമല്ലെന്ന് പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ ഇന്ന കണ്ടീഷൻ 1 പവന്റെ മാല മേടിച്ച് തന്നെ ഞാൻ സമ്മതിക്കാം. ഇതെല്ലാം പാപകരമായിരിക്കുന്ന കാര്യങ്ങളാണ്. അങ്ങനെയല്ല, വേദപുസ്തകത്തിന്റെ ഉപദേശപ്രകാരമാണ് ലൈംഗിക ജീവിതം, സെക്ഷൽ ലൈഫ് ദമ്പതികളെ നയിക്കേണ്ടത്. And in the area of sexuality within the family, each one have equal responsibility and equal right. We cannot put conditions attached to that. That is why the word of God says very clearly, husbands, the right on your body is on for the wife, and the right for wives is on husbands. അപ്പം ബൈബിൾ മുഴുവൻ വായിക്കുന്ന സ്വഭാവം നമ്മുടെ ഇടയിൽ ഇല്ലല്ലോ. We don't have the habit of reading the Bible fully. എല്ലാവരും സങ്കീർത്തനമാണല്ലോ വായിക്കുന്നത്. We always end up in reading some Psalms. എല്ലാ ദിവസവും സങ്കീർത്തനം വായനയോട് വായനയാണ്. Every day we keep reading Psalms. സങ്കീർത്തനം മാത്രം വായിച്ചാൽ പോരാ. It's not enough to read Psalms alone. ഇങ്ങനെയുള്ള പുസ്തകങ്ങളൊക്കെ വേദപുസ്തകത്തിൽ ഉണ്ടത് വായിക്കണം. There are other books also in the Word of God which we can read. ഒത്തിരി സഹോദരന്മാരും കൊരിന്ത്യലേഖനം 7ാം അധ്യായം ഒന്നും വായിച്ചിട്ടേ ഇല്ല അതിന്. Many brothers and sisters, they don't have even read this chapter 7. അവർക്ക് അതിനെക്കുറിച്ച് യാതൊരു ഐഡിയയും ഉള്ള ആളുകളല്ല. Any idea about these things? എന്നിട്ട് അപ്പോസ്തലനായ പൗലോസ് പറയാണ്, പ്രാർത്ഥനയ്ക്ക് ഒരു അവസരം ഉണ്ടാകേണ്ടതിന് തമ്മിൽ സമ്മതത്തോടെ അല്ലാതെ വേർപിരിഞ്ഞിരിക്കരുത്. And Apostle Paul is adding that except we should not be separate except with the permission for the prayer. അപ്പോൾ ഇതൊക്കെ വായിക്കുമ്പോൾ നമുക്ക് വളരെ വിചിത്രമായിട്ട് തോന്നി, എന്താ ഈ പൗലോസ് പുസ്തകം പറയുന്നത്, പൗലോസിന് എന്നെ പറ്റിയത്? We may be wondering, what is Paul is talking about. പൗലോസിന് പറ്റിയതിനെ കുറിച്ച് ചിന്തിക്കണ്ട, നമുക്ക് എന്നാ പറ്റിയെന്നുള്ളതിനെ കുറിച്ച് ചിന്തിച്ചാൽ മതി. അപ്പോസ്തലനായ പൗലോസ് എഴുതിയത് ദൈവം ദമ്പതികളെ കുറിച്ച് ആഗ്രഹിക്കുന്ന കാര്യമാണ്. പ്രിയമുള്ളവരെ, ഇങ്ങനെ ദൈവഹിതപ്രകാരമുള്ള സെക്ഷൽ പ്രിൻസിപ്പിൾസ് ജീവിതത്തിൽ സൂക്ഷിക്കാത്ത മനുഷ്യര് ജീവിതത്തിൽ പാപം ചെയ്യാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. Which is related to the sexuality, which is very well in the family, we may end up in sexual sins. പാപം ചെയ്യുന്നതിന് കുഴപ്പമില്ല, അതിന്റെ പുറകെ ദൈവത്തിന്റെ കഠിനമായ ന്യായവിധി വരുമെന്നുള്ള കാര്യം ഓർത്തിരുന്നോളണം. When we do sin, we should remember that there will be a judgment on those matters. അതുകൊണ്ട് ക്രിസ്തീയ കുടുംബം എന്ന് പറയുന്ന ആശയത്തിൽ പ്രിയമുള്ളവരെ ചൂഷണം ചെയ്യുക, അല്ലെങ്കിൽ അധികാരത്തിന് ദുർവിനിയോഗം നടത്തുക, സ്വാർത്ഥരായിരിക്കുക തുടങ്ങിയ ആശയങ്ങളെ പൂർണ്ണമായിട്ടും എടുത്തു കളയുന്ന പ്രിൻസിപ്പിൾസ് ആണ് പുതിയ നിയമത്തിൽ ദൈവത്തിന്റെ വചനത്തിൽ നമുക്ക് വായിക്കുവാനായിട്ട് സാധിക്കുന്നത്. The Bible, these principles, one thing which is very important, very clear, that the aspects of exploitation, selfishness, etc., there is no place in family. നമ്മളിന്ന് ലോകത്തിലെ സ്ത്രീ പുരുഷ സമത്വത്തെ കുറിച്ച് ഒത്തിരി കാര്യങ്ങളെ കുറിച്ചൊക്കെ വായിക്കുന്ന ഒത്തിരി ഫിലോസഫികൾ വായിച്ചാൽ, എൻ്റെ പ്രിയമുള്ളവരെ, സ്ത്രീകളെ അടിമകളാക്കി കളയുന്ന, പുരുഷന്മാരെ നശിപ്പിച്ച് കളയുന്ന ഫിലോസഫികളാണ് അതൊക്കെ. നമ്മൾ ഈ നല്ലത് കളഞ്ഞേച്ച് എന്തിനാണ് വെറുതെ ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളുടെ പുറകെ പോകുന്നത്? There are many ideologies and philosophies around this in this world. Actually, these are already perverted. We have very clear the best one in the Bible. Why are we leaving this and going after the philosophies? നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കുന്നതിനെ കുറിച്ചും കൂടെ 1-2 വാക്കുകൾ പറയട്ടെ, അതിനും കൂടെയുള്ള സമയമുള്ളൂ. Let me talk a little bit about child rearing. ക്രിസ്തീയ കുടുംബങ്ങളെ പണിതുയർത്തുക എന്നതാണല്ലോ നമ്മുടെ വിഷയം തന്നെ. Our topic is that how to build a biblical family. ഇംഗ്ലീഷിൽ ഒരു ചൊല്ലുണ്ട്, if there is no successor, then success is not a success. ഇങ്ങനെ മലയാളത്തിൽ പറഞ്ഞിങ്ങനെ പറയാം, നമുക്ക് ഏറ്റെടുക്കുവാനായിട്ട് പിന്തുടരാനായിട്ട് ആൾക്കാരില്ലെങ്കിൽ നമുക്കുള്ള സക്സസ്, നമുക്കുള്ള ജയം ഒരു ജയമല്ലാന്ന്. അതെ, എൻ്റെ ശേഷം എൻ്റെ കുടുംബത്തെ മുന്നോട്ട് നയിക്കാൻ, അതിൻ്റെ ലെഗസി മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു കുഞ്ഞ് അല്ലെങ്കിൽ അതിന് പാകമായിരിക്കുന്ന കുഞ്ഞുങ്ങളില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എൻ്റെ വിജയങ്ങളെല്ലാം പരാജയങ്ങളായിട്ട് പര്യവസാനിക്കും. If we don't have somebody to take on from us and our legacy, then whatever we do, whatever the success we think is not really a success.
ചിലർ പറയുന്ന പോലെ കുഞ്ഞുങ്ങളുടെ ഒന്നും ആവശ്യമില്ല. Some people say, why we need children? അത് ചില മാർക്സിസ്റ്റ് സൈദ്ധാന്തികർക്ക് കുഞ്ഞുങ്ങളില്ല. അപ്പോൾ അവർ പറയുന്നത് ഞങ്ങളുടെ പ്രസ്ഥാനത്തിന് വേണ്ടി ജീവിക്കാനായിട്ട് കുഞ്ഞുങ്ങളുടെ ആവശ്യമില്ല, അതുകൊണ്ട് വേണ്ടെന്ന് വെച്ചിട്ടുള്ള ആളുകളുണ്ട്. There are certain Marxist philosophers, they don't have children. So they say that, we are working for our organization and they will take it on. RSSകാരുടെ ഏറ്റവും ഉയർന്ന തലങ്ങളിലേക്ക് പോകുന്ന ആളുകൾ സിംഗിൾ പീപ്പിളാണ്. If you see the RSS organization, many people in the top, they are single, they are not married. പക്ഷേ വേദപുസ്തകത്തിന്റെ ഉപദേശം അങ്ങനെയല്ല. ദൈവത്തോട് കൂടെ നടന്ന് പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു. അതാണ് വേദപുസ്തകത്തിന്റെ രീതി. But Bible, when we read, we see that he was walking with God and begotten children. പ്രിയമുള്ളവരെ, നമ്മുടെ കുഞ്ഞുങ്ങളെ പരിശീലിപ്പിച്ചെടുക്കുക എന്ന് പറയുന്നത് എത്ര സന്തോഷകരമായിരിക്കുന്ന ഒരു കാര്യമാണ്. Dear brothers and sisters, how important and how joyful it is to train our children. പുരുഷന്മാർ തന്നെ വിചാരിച്ചാൽ കുഞ്ഞുങ്ങളെ പരിശീലിപ്പിക്കാൻ പറ്റില്ല. അമ്മമാർ തന്നെ വിചാരിച്ചാൽ കുഞ്ഞുങ്ങളെ പരിശീലിപ്പിക്കാൻ പറ്റില്ല. ഒരു ടീമായിട്ട് നിന്ന് അവർ തങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരുടെ മുൻപാകെ മാതൃകയോടെ നിൽക്കുകയും അവരെ നടത്തുകയും ചെയ്യുക എന്ന് പറയുന്നത് ദൈവം നമുക്ക് തന്നിട്ടുള്ള വിലയേറിയതായിരിക്കുന്ന ഒരു നിയോഗമാണ്. If husband alone can't train his children, wife alone can't, but rather they should come together as a family, husband and wife as one, they should train your children, and that's a great privilege. 127 സങ്കീർത്തനം 5-ാം വാക്യത്തിൽ പറയുന്നത് തൻ്റെ ആവനാഴിക നിറച്ചിരിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ, ഇങ്ങനെയുള്ളവർ നഗരവാതിൽക്കൽ വെച്ച് ശത്രുക്കളോട് സംസാരിക്കുമ്പോൾ അവർ ലജ്ജിച്ച് പോകുകയില്ല. We read in Psalm 127:5 like this: happy is the man who has his cure full of them, they shall not be ashamed, but shall speak with their enemies in the gate. ശത്രുക്കള് പിള്ളേരുടെ പപ്പയെക്കുറിച്ച് മോശമായി പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങളുടെ പപ്പയെക്കുറിച്ച് അങ്ങനെ പറയാൻ പറ്റില്ല. ഹി ഈസ് എ റൈച്ചസ് മാൻ, ഹി ഈസ് എ ജെന്റിൽമാൻ, വി നോ ഹിം. When some others may comment about father saying that he is not good, then the children will say he is a right man, he is a gentleman. അപ്പം ഈ പിതാവിന്റെ ഏറ്റവും വലിയ ഡിഫൻഡർ എന്ന് പറയുന്നത് മക്കളാണ്. The person who defend him, father is his children. അത് പിതാക്കന്മാർക്ക് ദൈവം കൊടുക്കുന്ന പ്രതിഫലമാണ്. അവർ കുഞ്ഞുങ്ങളെ പരിശീലിപ്പിക്കുന്നതിലൂടെ അവർക്ക് ലഭിക്കുന്ന നന്മയാണ്. Actually, that's a reward from God to such parents. പ്രിയമുള്ളവർ, നമ്മുടെ കുഞ്ഞുങ്ങളെ പരിശീലിപ്പിച്ച് വളർത്തിയെടുക്കുന്നതിൽ നമ്മൾ സന്തോഷം കണ്ടെത്തണം. Actually, we should be happy to train and bring up our children. ചില കാര്യങ്ങൾ ഞാൻ വേഗത്തിൽ ചുമ്മാ ഒരു പ്രസ്താവനകളായി പറഞ്ഞ് ഞാൻ എൻ്റെ സെഷൻ അവസാനിപ്പിക്കാം. Let me make certain statements and close this. ഒന്നാമത് ഞാൻ പറയും, നമ്മുടെ കുഞ്ഞുങ്ങളെ രക്ഷയിലേക്ക് നയിക്കുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒബ്ജക്റ്റീവ്. One of the most important objective for us to lead our children to salvation. കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും എന്ന് പറയുന്നത് കുടുംബത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ ശേഷമുള്ളവരോട് സുവിശേഷം പറഞ്ഞ് അവരെ രക്ഷയിലേക്ക് നയിക്കുക എന്ന ആശയമാണ് അതിലുള്ളത്. And when we say that, കർത്താവായ യേശുവിൽ believe in Lord Jesus, you and your family will be saved. That should be first implemented in the family. എന്ന് പറഞ്ഞാൽ കുടുംബത്തിലെ പിതാവും മാതാവും അവരുടെ ഏറ്റവും വലിയ താല്പര്യം എന്ന് പറയുന്ന കർത്താവ് ഞങ്ങളുടെ പിള്ളേർ എത്രയും വേഗം കർത്താവിനെ അറിഞ്ഞ് രക്ഷയുടെ അനുഭവത്തിലേക്ക് വരണം എന്ന പ്രാർത്ഥനയാണ്. The most important prayer for a father and a mother about children is that, oh Lord, help to save my children. രണ്ടാമത്, കുഞ്ഞുങ്ങളുടെ മുൻപാകെ മാതാപിതാക്കൾ മാതൃകയോടെ ജീവിക്കുക. The second thing is the husband and wife, the parents should be a good example for children. മാതൃകയോടെ ജീവിക്കുക എന്ന് പറയുന്നത് എന്താണ്, സിൻലെസ് ആയിട്ട് ജീവിക്കുക എന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. When I say that a good example, doesn't mean that you will become sinless. തെറ്റ് പറ്റിയാൽ ഭാര്യ ഭർത്താക്കന്മാർ അന്യോന്യം തെറ്റ് സമ്മതിക്കുകയും ഇനി മക്കളോട് തെറ്റ് ചെയ്താൽ സമ്മതിക്കുകയും ചെയ്താൽ അവർക്കൊരു കാര്യം മനസ്സിലാകും, ഞങ്ങളുടെ പിതാവ് ഞങ്ങളുടെ അമ്മ എന്താണ് പ്രൈഡുള്ള ആളുകളല്ല, അവർ നല്ല മനുഷ്യരാണ് എന്ന് അവർക്ക് മനസ്സിലാകും. Children see their parents when they have failures, if they confess each other, they will understand that my parents, they are good people. മാതാപിതാക്കൾക്ക് മക്കളുടെ മേൽ വലിയ സ്വാധീനം ചെലുത്താനായിട്ട് പറ്റും. Parents can have very high level of influence on their children. 2 ദിനവൃത്താന്ത പുസ്തകം 29-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ
കിങ് ഹിസ്കിയാവിനെ കുറിച്ച് വായിക്കുന്നത് എങ്ങനെയാണ്? ആൻഡ് ഹീ ഡിഡ് വാട്ട് വാസ് റൈറ്റ് ഇൻ ദ സൈറ്റ് ഓഫ് ദ ലോർഡ് അക്കോർഡിംഗ് ടു ഓൾ ദാറ്റ് ഹിസ് ഫാദർ ഡേവിഡ് ഹാഡ് ഡൺ. എന്ന് പറഞ്ഞാൽ ഹിസ്കിയ രാജാവ് കാര്യങ്ങൾ ചെയ്തപ്പോൾ എങ്ങനെ ചെയ്യുന്നവർ തൻ്റെ പിതാവായ ദാവീദ് ചെയ്തു പോലെ പിതാമകനാണ്. അദ്ദേഹം ചെയ്ത കാര്യങ്ങളുടെ സ്വാധീനത്തിലാണ് ഇദ്ദേഹം ഒരു വിശുദ്ധ ജീവിതം നയിക്കാൻ തീരുമാനിക്കുന്നത്. And when we read in 2 Chronicles about Hezekiah the king, he says that he has done according to his father David. മൂന്നാമത് ഞാൻ പറയട്ടെ, കുഞ്ഞുങ്ങളെ ദൈവഭയം പഠിപ്പിച്ചു കൊടുക്കണം. The third thing is that we have to bring them up in God's fear. ചില ആളുകളെ കുറിച്ചൊക്കെ നമ്മൾ പറയാറില്ല, അവന് വകതിരിവില്ല എന്ന് പറയാറുണ്ട്. About some people we say they don't have prudence. എങ്ങനെ പെരുമാറണമെന്നറിയില്ല, എങ്ങനെ സംസാരിക്കണമെന്നറിയില്ല, എങ്ങനെ ഇടപെടണമെന്നറിയില്ല. മുതിർന്നവരാണോ ഇളയവരാണോ ഫ്രണ്ട്സാണോ സ്ത്രീയാണോ ഒരു പിടുത്തവും ഇല്ല. They don't know how to behave, how to talk, how to communicate, whether it's older people, younger people, they don't have any idea about it. അതുകൊണ്ട് പേരൻസിന് പിള്ളേരെ കൊണ്ട് പുറത്തിറങ്ങാൻ പേടിയാണ്. And they are literally afraid to take them out. കാരണം എന്ത് സംഭവിക്കുമെന്ന് പ്രവചനാതീതമാണ്. Nobody can predict what the children will do. സദൃശവാക്യങ്ങൾ 1:7 പറയുന്നത് ദൈവഭയമാണ് പരിജ്ഞാനത്തിൻ്റെ ആരംഭം. അപ്പം ദൈവഭയം കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു ഉപദേശിച്ചും കൊടുത്താൽ അതിൻ്റെ അർത്ഥം അവർ പരിജ്ഞാനത്തിൽ വളരാനുള്ള സ്റ്റെപ്പാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. And in Proverbs chapter 1 verse 7 we read that the fear of the Lord is the beginning of wisdom. So fear of the Lord is a fundamental thing we have to communicate to our children. നാലാമത് പറയുന്ന അവരെ മാതാപിതാക്കളോടുള്ള ബഹുമാനവും അനുസരണവും കുഞ്ഞിലേ തൊട്ട് പഠിപ്പിച്ചെടുക്കണം. The fourth thing is that we have to train our children to respect the parents when they are young. നമ്മൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അധ്വാനം മുഴുവൻ കഴിക്കുന്നത് എന്തിനാണ്? അവർക്കൊരു നല്ല നാളെ ഉണ്ടാകാനാണ്. We work hard for our children because we want to see them in a good a good life for them. എന്നാൽ മാതാപിതാക്കളെ അനുസരിക്കുന്ന മക്കൾക്ക് നന്മയും ദീർഘായുസ്സും ഉണ്ടാകുമെന്ന് ബൈബിൾ പറയുന്നുമുണ്ട്. And also Bible says that those who respect my parents they will have a long life. കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുത്താലേ അവർ പേരൻ്റൽ റെസ്പെക്റ്റ് എന്താണ് എന്ന് പഠിച്ചെടുക്കാനായിട്ട് സാധിക്കൂ. These parents should tell the children what he mean by the respect to parents. അഞ്ചാമത് നമ്മുടെ കുഞ്ഞുങ്ങളെ മാന്യമായി വസ്ത്രം ധരിച്ച് ജീവിക്കാനായിട്ട് പഠിപ്പിക്കണം. The fifth thing is that we have to train our children to dress properly. ആൺപിള്ളേരുടെ വസ്ത്രങ്ങൾ ധരിച്ച് പഠിപ്പിക്കണം. And boys you have to make them dress up in a there with their dress. പെൺപിള്ളേര് ആണ് എന്ന വസ്തുത ഉൾക്കൊണ്ടുകൊണ്ട് ഡ്രസ്സ് ധരിക്കാനായിട്ട് അവരെ ശീലിപ്പിക്കണം. Girls they grow up they should be trained to wear the dress for them. അത് പിള്ളേര് പറയും, മമ്മി എനിക്കിത് ധരിച്ചാൽ എന്താ കുഴപ്പം, ചേട്ടായി ഇങ്ങനെ ധരിക്കുന്നുണ്ടല്ലോ, പിന്നെ എനിക്കെന്താ ധരിച്ചാൽ. Sometimes these girls ask, my brother is wearing this, why can't I wear it? അവര് കുഞ്ഞുങ്ങളാണ്, അവർക്കറിയില്ല അതിൻ്റെ ഇംപ്ലിക്കേഷൻസ് എന്താണെന്ന് അവർക്കറിയില്ല. അപ്പോൾ വിവേകമുള്ള അമ്മമാരാണ് പറയേണ്ടത്, മോളെ നീ ഒരു പെങ്കൊച്ചാണ്, നിനക്ക് അതിനെക്കുറിച്ച് അമ്മ പിന്നീട് പറഞ്ഞു തരാം, ഇത് ഇങ്ങനെയുള്ള വസ്ത്രങ്ങളാണ് നീ ധരിക്കേണ്ടത്. The children, girls are very young, they don't understand. So it's the responsibility of the mother to tell them, to explain them. ഇന്ന് രാവിലെ ബ്രദർ പോളുമായിട്ട് ഇങ്ങനെ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു പ്രസ്താവന, ഒരമ്മയുടെ ഏറ്റവും വലിയ ദൗത്യം എന്ന് പറയുന്നത് തൻ്റെ കുഞ്ഞുങ്ങളെ ദൈവത്തിനായിട്ട് വളർത്തിയെടുക്കുക എന്ന് പറയുന്നതാണ്. അതൊരു വലിയ ദൗത്യമായിട്ട് ഏറ്റെടുക്കാനായിട്ട് പറ്റുന്നില്ലെങ്കിൽ നമ്മുടെ മാതൃത്വം വിജയിക്കും എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. As I was talking to Paul this morning, he was making a statement, the primary responsibility of a mother is to bring up their children in a godly way. ആറാമത് ഞാൻ പറയട്ടെ, കുഞ്ഞുങ്ങളെ ഭവനത്തിന് വെളിയിലും പെരുമാറാനായിട്ട് പഠിപ്പിക്കേണ്ടത് വളരെ ആവശ്യമാണ്. The sixth thing is that we have to train them on how to behave not only in the family but also outside. മറ്റ് വീടുകളിൽ ചെന്നാൽ എങ്ങനെയാണ് പെരുമാറേണ്ടത്? When we go to some other house, how we should behave. അവരുടെ മുറികളിലും അടുക്കളയിലും എല്ലാം കയറി തകർന്ന് തരിപ്പണമാക്കി പോകുന്ന രീതികളൊന്നും കുഞ്ഞുങ്ങൾക്ക് ആശാസ്യമായിരിക്കുന്ന രീതികൾ അല്ല. And these children should not go everywhere in bedrooms, kitchen and spoil everything. That's not a right way of training. ഓരോ വീട്ടിലും ചെന്നാൽ എങ്ങനെ പെരുമാറണം, എങ്ങനെ തങ്ങളെ തന്നെ ഡിസിപ്ലിൻ ചെയ്ത് ഇരിക്കണം എന്ന കാര്യം കുഞ്ഞുങ്ങളെ പേരൻസ് പഠിപ്പിച്ചെടുക്കണം, പരിശീലിപ്പിച്ചെടുക്കണം. The parents should train them and teach them how to behave, how to conduct when we are in another house. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. പിള്ളേരെ വേദപുസ്തകം വായിക്കാൻ പഠിപ്പിക്കണം. We should teach them to read Bible. ഈ കുഞ്ഞ് ജനിച്ച് വീഴുന്ന അന്ന് തൊട്ടേ വാക്യങ്ങൾ കുഞ്ഞിനെ പറഞ്ഞു കേൾപ്പിക്കണം. From the
day one we have to read out the Bible to them. പിറ്റേ ദിവസം തൊട്ടല്ല, അന്ന് മുതൽ വായിച്ചും പറഞ്ഞും കേൾപ്പിച്ചുകൊണ്ടേയിരിക്കണം. Not tomorrow, but the same day of birth we should start reading. ബൈബിള്, പാഠപുസ്തകങ്ങൾ, ഇതിൻ്റെയൊക്കെ സീക്രട്ട്നെസ്സിനെ കുറിച്ച് പിള്ളേരെ പറഞ്ഞു കൊടുക്കണം. We have to teach them, make them understand the sacredness of Bible and such books. ആരാധിക്കാൻ കൂടി വരുന്ന ഇടത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കണം. We have to explain to them how we have to, the importance of the place where we come to worship. പല വീടുകളിലും ബൈബിളിന്റെ പല പേജുകളില്ല, പാഠപുസ്തകത്തിന്റെ പേജുകളില്ല. ആകെപ്പാടെ വലിയ ബുദ്ധിമുട്ടാണ്. In many houses, if you go Bible, there won't be pages for the Bible, there won't be pages for the of the song book, everything in a mess. ഒരു ചർച്ച് മീറ്റിംഗിൽ ചെന്ന് റെവറൻഷ്യൽ ആയിട്ട് ഇരിക്കേണ്ടത് എങ്ങനെയാണ് എന്ന് പിള്ളേരെ പഠിപ്പിക്കണം. And we have to teach them how to sit in this meeting, a church meeting, with reverence. ഇങ്ങനെയൊക്കെ പഠിപ്പിക്കാതിരുന്നാൽ എന്താ കുഴപ്പമെന്ന് ചോദിച്ചാൽ നമ്മുടെ പിള്ളേരെ കുറിച്ച് നല്ല റെപ്യൂട്ടേഷൻ ഉണ്ടാവില്ല. If we are not teaching our children the right practices, right behaviors, there will not be much reputation. ഫൈനലി സംഭവിക്കുന്ന പിള്ളേർക്ക് യാതൊരു ഭക്തി എന്ന് പറയുന്നത് എന്താന്ന് പോലും അവർക്ക് അറിയാൻ സാധിക്കുകയില്ല. And they will grow up without any godliness. They don't know anything. ഫാമിലി പ്രെയറിൽ അച്ചടക്കമായിട്ട് ഇരിക്കാൻ പഠിപ്പിച്ചാൽ ചർച്ചിലെ വർഷിപ്പിലിരിക്കും. If we are teaching them to sit properly in the family prayer, they will also sit properly in the church meeting. തെറ്റ് പറ്റിയാൽ സോറി പറയാൻ പഠിപ്പിക്കുക. And if they make some mistakes, teach them to say sorry. ഭക്ഷണമേശയിലെ മാതൃകളെ കുറിച്ച് പഠിപ്പിക്കുക. We have to train them how to behave in the dining table. ഒരു കുടുംബം എന്ന് പറയുന്നത് സ്കൂളല്ല, ഒരു യൂണിവേഴ്സിറ്റിയാണ്. A family, actually that is not a school, but it's much bigger, a university. സർവശക്തനായ ദൈവം നമ്മെ ബലപ്പെടുത്തട്ടെ. And may Almighty help us to do this. Thank you.